ഇന്ന് പുഷ്പ 2 എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. നേരെ സിനിമയിലോട്ട് കടന്നു കഴിഞ്ഞാൽ ജപ്പാനിൽ ഒരു പോർട്ട് സൈഡുണ്ട്. അവിടെ ഒരുപാട് കണ്ടെയ്നേഴ്സ് കയറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കണ്ടെയ്നർ മാത്രം ഓവർ വെയിറ്റ് കാരണം നേരെ താഴോട്ടേക്ക് വിടുന്നു. അതിൽ ഒരുപാട് രക്തചന്ദനമുണ്ട്. അതിനകത്ത് നിന്നും ഒരുത്തനെയും കിട്ടുന്നുണ്ട്. അവിടെയുള്ള ഒരു വലിയൊരു ഡോണല്ല ഡോണിൻ്റെ അനിയനൊരുത്തൻ ഇതെല്ലാം കണ്ട് ഇവൻ ആരാണ്, ഈ ടണ്ണ് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ പുഷ്പയുടെ എൻട്രി നേരെ വന്ന് തനിക്ക് കാശ് തന്നില്ല എന്നും പറഞ്ഞ് തൻ്റെ കാശ് വാങ്ങിക്കുന്നതിന് വേണ്ടി 40 ദിവസം കണ്ടെയ്നറിനകത്ത് തന്നെ ഭക്ഷണം പോലും ഇല്ലാതെ ഇരുന്ന് ഇങ്ങോട്ടേക്ക് വന്ന് ഇറങ്ങിയിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ കാശ് വേണമെന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഒരാളെ കൊന്നിട്ട്, ആ ഒരു ഡോണിനെ കൊന്നിട്ട് അവിടെ നിന്നും നേരെ പോകുന്നു. ആ സമയം ആ ഡോണിൻ്റെ ഏട്ടൻ വന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇവനാണെങ്കിൽ വെള്ളത്തിൽ പോവുകയും ചെയ്തു. അപ്പോഴാണ് പുഷ്പയുടെ പഴയകാലം ചെറുപ്പം മുതലുള്ള കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. തൻ്റെ അച്ഛൻ അമ്മയെ രണ്ടാം നേരമായിട്ട് കല്യാണം കഴിച്ചതുകൊണ്ട് തന്നെ ആർക്കും ഒരു വിലയില്ലായിരുന്നു. തൻ്റെ ഈ ഒരു അച്ഛൻ്റെ ആദ്യ വരയിലുണ്ടായ മോനാണെങ്കിൽ തന്നെ ഒരുപാട് താഴെ വെച്ചാണ് ട്രീറ്റ് ചെയ്യുന്നത്. സ്വന്തം അനിയനാണെന്ന് പോലും പുറത്ത് പറയില്ല. ഇതെല്ലാം അവന് ഓർമ്മയിൽ വരുന്നുണ്ട്. അങ്ങനെ തന്നെ അവിടെ കഴിഞ്ഞ് നേരെ ശിഖാപത്തിനെ കാണിച്ചായിരുന്നു. നമ്മളുടെ ഫസ്റ്റ് ക്ലാസ്സിൽ വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ പുഷ്പയെ എങ്ങനെയെങ്കിലും പിടിക്കണം, ഇവനെ ഇങ്ങനെ ഈ ഒരു കടത്തൽ ജോലി ചെയ്യാൻ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആദ്യ പാർട്ടിൽ കുറേ പ്രശ്നങ്ങൾ ഇവർ തമ്മിലുണ്ടായിരുന്നു. ഒരു ഈഗോ ക്ലാഷ്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും പിടിക്കണം എന്ന് പറഞ്ഞ് ഈ പുഷ്പയുടെ ആളുകൾ ഇങ്ങനെ മരങ്ങൾ വെട്ടിക്കുന്നതിന് വേണ്ടി കാട്ടിലോട്ട് പോകുന്നുണ്ട്. അതിനൊപ്പം കൂടെ ചേർന്ന് പോയി അവരെയും പിടിച്ചുകൊണ്ട് വരാൻ വേണ്ടി നിൽക്കുന്നു. അങ്ങനെ പോലീസ് വരുന്ന സമയം അവിടെയുള്ള 30ഓളം പേരെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഒരുപാട് ഒരു മരങ്ങളും കിട്ടുന്നുണ്ട്. ആ ഒരു ഗ്രൂപ്പിലാണെങ്കിൽ ഒരുത്തരം കല്യാണമായിരുന്നു അന്നേ ദിവസം തന്നെ. ആ ഒരു നാട്ടിലെല്ലാവരും പുഷ്പ ഈ ഒരു കൂലിക്കാരന് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവനെ വിളിച്ചുകൊണ്ട് വരുമോ, കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ഒരാൾക്ക് വേണ്ടിയിട്ട് പുഷ്പയാണെങ്കിൽ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അവിടെ പോയി നോക്കുമ്പോൾ അവരെ എല്ലാവരെയും തന്നെ നല്ല രീതിക്ക് തല്ലിയിട്ടുണ്ട്. ഇങ്ങനെ കടത്തലിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പോലീസുകാരാണെങ്കിൽ എല്ലാവരും പുഷ്പയുടെ അടുത്ത് കാശെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നല്ലവരായി നിന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും ഞാൻ കൊണ്ടുപോകണമെന്ന് പറയുന്നു. ഞങ്ങളുടെ ജോലി പോകും പുഷ്പ, അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്ന സമയത്ത് നിനക്ക് ഈ ജോലി വേണം, ഈ ഒരു ജീവിതകാലം മൊത്തവും ഈ ഒരു ജോലിയിൽ ഉണ്ടായാൽ നീ എത്ര കാശ് സമ്പാദിക്കും അത് ഞാൻ ഇപ്പോൾ തരാം, നീ ഈ ഒരു ജോലി വിടണമെന്ന് പറഞ്ഞ് മൊത്തമായിട്ടുള്ള ആ ഒരു സ്റ്റേഷനകത്തുള്ള എല്ലാവരെയും തന്നെ ഈ ഒരു പുഷ്പ റിസൈൻ ചെയ്യിപ്പിച്ച് വിളിച്ചുകൊണ്ട് പോകുന്നു. അവർക്ക് ഒരുപാട് കാശ് കൊടുക്കുന്നുണ്ട്. ശിഖാപത്ത് വന്ന് നോക്കുന്ന സമയത്ത് ഇവിടെ ആരും തന്നെ ഇല്ല. താൻ എന്ത് ചെയ്യണമെന്ന് വിചാരിക്കുന്ന സമയത്തും ഓരോരുത്തരെയും അവൻ കാശ് വെച്ച് വിലക്കെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ ദേഷ്യത്തിൽ ഇപ്പോൾ ശിഖാപത്തിരിക്കുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം നാട്ടിലോട്ട് CM വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവിടെ MP ഈ ഒരു പുഷ്പയെ കാണുന്നതിന് വേണ്ടിയിട്ട് വിളിച്ചോണ്ട് പോകുന്നു. ഇതറിഞ്ഞ ശ്രീവല്ലിയാണെങ്കിൽ പുഷ്പയുടെ ഭാര്യ ഒരേ ഒരു ഫോട്ടോ CMൻ്റെ അടുത്ത് നിന്നും എടുത്തുകൊണ്ട് വരുമോ, നമുക്ക് ഇവിടെ വാളിൽ വലിയൊരു ഫോട്ടോ വെക്കണം എന്ന് പറയുന്നു. അത് ശ്രീവല്യ ആഗ്രഹിച്ചിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഉറപ്പായി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടെ പോയി അവർ CMൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന സമയത്ത് ഫോട്ടോ എടുക്കണം പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് അയാളാണെങ്കിൽ അതിന് സമ്മതിക്കുന്നില്ല. നീ ഒരു സ്മഗ്ലർ, ഞാൻ CM ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരുപാട് തരം താഴ്ത്തി അവനെ സംസാരിച്ചോടെ ഈഗോ ഹേർട്ടായി പുഷ്പയാണെങ്കിൽ പുറത്ത് വന്നിരുന്ന ഒരു കാര്യം ആലോചിക്കുന്നു. ഇയാള് CM ആയിരുന്നാലേ ഈ പ്രശ്നമുള്ളൂ, തനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളെ CM ആക്കി കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞ് അവിടെയുള്ള MP നിങ്ങൾ ഈ ഒരു ആന്ധ്രാപ്രദേശിന് തന്നെ CM ആവാൻ പോകണമെന്ന് പറയുന്നുണ്ട്. അയാളാണെങ്കിൽ ഷോക്കായി പോകുന്നു. 100 കോടി വേണം ആ ഒരു CM പദവിക്ക്, നിന്റെ കയ്യിൽ ഉണ്ടാവും എന്ന് പറഞ്ഞ് ചോദിക്കുന്ന സമയം 100 കോടിയല്ല 500 കോടി തരാം, ഈ ഒരു CM പദവി വേണമെന്ന് പറയുന്നു. പുറത്ത് വരുന്ന സമയത്ത് CMൻ്റെ അടുത്ത് എന്താ സംസാരിച്ചതെന്ന് പറഞ്ഞ് അവിടെയുള്ള മീഡിയ ചോദിക്കുന്ന സമയത്ത് ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. ജൂലൈ 24-ന് CM എൻ്റെ വീട്ടിലോട്ട് ഭക്ഷണം കഴിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു പോകുന്നു. ചുമ്മാ പറയുന്ന ഒരു ദിവസമായിരുന്നു അത്. പുഷ്പ പറഞ്ഞതനുസരിച്ച് CM ആവണമെങ്കിൽ ആ ഒരു പാർട്ടിയുടെ തന്നെ ഒരു തലവനുണ്ട്, അയാളുടെ അടുത്ത് പോയി സംസാരിക്കണം. MP ആണെങ്കിൽ അയാളുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി പോകുന്നു. അതേസമയം പുഷ്പയാണെങ്കിൽ 5 കോടി രൂപ ഇവിടെ ആ ഒരു തലവൻ്റെ അനിയൻ ഒരാൾക്ക് കൊടുത്ത് ഒരേ ഒരു കോൾ ചെയ്യണമെന്ന് പറയുന്നു. അങ്ങനെ കോളിൽ പുഷ്പയും വരുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര കാശ് വേണം, 500 കോടി വേണമെങ്കിൽ ഞാൻ കൊണ്ടുവരാം, ഇപ്പോൾ MP നിങ്ങൾ CM ആക്കണം എന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. ഇത് കേട്ട് ഇവൻ കൊണ്ടുവന്നാൽ ആക്കാമെന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ വരുന്നു. ഇയാൾക്കും ഒരുപാട് കാശ് കിട്ടിയിട്ടുണ്ട്. പുഷ്പ ഇപ്പോൾ തൻ്റെ കയ്യിലുള്ള എല്ലാ ആ ഒരു മരങ്ങളെയും വിൽക്കാനുള്ള ഒരു ഡീലറെ കണ്ടുപിടിക്കണം. അത്രയും കാശുള്ള ഒരു ഡീലറെ എവിടെ പോയി കണ്ടുപിടിക്കുന്നു പോയി നേരെ അൻഡമാനിലോട്ട് പോയി ഡീലറിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. 1000 ടണ്ണ് ഇങ്ങനെ രക്തചന്ദനം നിനക്ക് തരാം, ഒരു ടണ്ണിന് 5 കോടി വെച്ച് വേണമെന്ന് പറഞ്ഞ് ഡീൽ സംസാരിച്ച് അത് വാങ്ങിച്ചുകൊണ്ട് വരുന്നു. അത് മാത്രമല്ല എല്ലായിടത്തും ഈ കാട്ടിനകത്തുള്ള എല്ലായിടത്തുനിന്നും ഒരുപാട് പേരെ ഇറക്കി വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഒരുപാട് ഡീലേഴ്സ് ഉണ്ട് അതിനിടയിൽ തന്നെ. ഓരോരുത്തരുടെ അടുത്തും 50 ടൺ
വേണം, അതുപോലെ 100 ടൺ വേണം എന്ന് പറഞ്ഞ് ചോദിച്ച് ഓരോരുത്തരുടെ അടുത്ത് വാങ്ങിക്കുന്നു. ആ സമയത്താണ് നമ്മൾ ഷിഖാവത്തെ ഇവൻ എന്തോ ട്രൈ ചെയ്യുന്നുണ്ട്, എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നത്. ഇവൻ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി ആ ഒരു ഗ്രൂപ്പിലെ മംഗളൻ സീൻ ഉണ്ടായിരുന്നു. ആദ്യം പുഷ്പയുടെ സ്ഥാനത്തുണ്ടായിരുന്ന ഒരുത്തൻ, അവനും അവൻ്റെ ഭാര്യയും ഇങ്ങോട്ടേക്ക് വന്ന് ഓൾറെഡി പുഷ്പയുടെ അടുത്ത് കുറച്ച് വിരോധമുണ്ട്. അതുകൊണ്ട് തന്നെ നീ ഒരു പണി ചെയ്യണം, ആ ഒരു ഡീലേഴ്സ്, പുഷ്പയുടെ അണ്ടറിലുള്ള ഡീലേഴ്സിലെ ആരെങ്കിലും ഒരാളെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായും ഈ ഒരു സമയത്ത് ഈ ഒരു ടണ്ണുകൾ മരങ്ങളെല്ലാം തന്നെ കൊണ്ടുപോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നീ അവരെ പിടിക്കണം എന്ന് പറയുന്നു. ഷിഖാവത്താണെങ്കിൽ അത് പ്രകാരം അവരെ പിടിക്കുന്നുണ്ട്. എല്ലാവരും പിടിച്ചു എന്ന് വിചാരിച്ചാൽ അവൻ അവിടെ വെച്ച് തന്നെ ഈ ഒരു ഷിഖാവത്ത് കൊന്നുകളയുന്നു. ഇത് വലിയൊരു ന്യൂസ് ആവുന്നുണ്ട്. ഷിഖാവത്തിനും പുഷ്പയ്ക്കിടയിലുള്ള ഈ ഒരു ഈഗോ തീർന്നാൽ മാത്രമേ നമ്മളുടെ ബിസിനസ് നടക്കൂ എന്ന് പറഞ്ഞ് അവിടെയുള്ള സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് എല്ലാവരും തന്നെ പറയുന്നു. അതുകൊണ്ട് എന്തെങ്കിലും അയാളോട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് MP നേരെ ഷിഖാവത്തിനെ കാണാൻ വേണ്ടി പോകുന്നു. ഷിഖാവത്താണെങ്കിൽ പറയുന്നത് ഞങ്ങളുടെ ഈഗോ തീരില്ല, എന്നെ ഡ്രസ്സ് അഴിപ്പിച്ച് റോഡിലൂടെ എല്ലാവരും മുമ്പിൽ നടക്കാൻ വിട്ടവനാണ് അവനെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയുന്നു. നീ എന്തിനാ ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പുഷ്പ നിൻ്റെ അടുത്ത് സോറി ചോദിച്ചു കഴിഞ്ഞാൽ നീ ഈ ഒരു പരിപാടി എല്ലാം തന്നെ നിർത്തുമോ എന്ന് പറഞ്ഞ് ചോദിക്കുന്നു. പുഷ്പ സോറി ചോദിക്കുമോ? അത്രയ്ക്ക് അഹങ്കാരമുള്ള ഒരുത്തനാണ് അവൻ ഉറപ്പായും സോറി എൻ്റെ അടുത്ത് ചോദിക്കില്ല എന്ന് പറയുന്നു. അങ്ങനെ ചോദിച്ചാൽ നീ ഈ ഒരു സിൻഡിക്കേറ്റിന് നേരെ വരുന്നത് നിർത്തുമോ എന്ന് പറഞ്ഞ് ചോദിക്കുന്നു. ഓക്കെ പറഞ്ഞോടെ. അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി തുടങ്ങി. പുഷ്പയുടെ അടുത്ത് എല്ലാവരും സിൻഡിക്കേറ്റ് മെമ്പേഴ്സ്, ഇതുപോലെ ശ്രീവള്ളി, എല്ലാവരും തന്നെ വന്ന് പറയുന്നുണ്ട് സോറി ചോദിക്കുക, ഈ ഒരു സിൻഡിക്കേറ്റ് പ്രോപ്പറായിട്ട് പോകണം എന്ന് പറഞ്ഞിട്ട്. അത് കേട്ട് പുഷ്പയാണെങ്കിൽ അങ്ങോട്ടേക്ക് പോയി ഈ ഒരു ഷിഖാവത്തിനെ കണ്ട്, വലിയൊരു പാർട്ടിയിലാണ് ഇത് നടക്കുന്നത്, എല്ലാവരും മുമ്പിൽ വെച്ച് സോറി ചോദിക്കുന്നു. ഷിഖാവത്തിന് അത്രയും സന്തോഷം, അതെല്ലാം തന്നെ റെക്കോർഡ് ചെയ്ത് സോറി ചോദിക്കുന്നത് റെക്കോർഡ് ചെയ്ത് ഒരുപാട് സന്തോഷിച്ച് കേൾക്കുന്നു. അവിടെ വെച്ച് ഈ ഒരു പുഷ്പ നാണം കെട്ടതുപോലെ ആയി. അങ്ങനെ തിരിച്ചു വരുന്ന സമയത്താണ് ഷിഖാവത്തി ഇങ്ങനെ കാണിച്ചതും, അതുപോലെ തന്നെ പുഷ്പ ഇങ്ങനെ സോറി ചോദിക്കില്ലല്ലോ, എന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്ത്, ഇത് ഞാനേ അല്ല എന്ന് പറഞ്ഞാൽ വണ്ടി തിരിച്ച് നേരെ ഈ ഒരു ഷിഖാവത്തിനെ വണ്ടി ഇടിച്ച് നേരെ സ്വിമ്മിംഗ് പൂളിലോട്ട് തള്ളുന്നു. ഷിഖാവത്ത് എണീറ്റ് നോക്കുമ്പോൾ പുഷ്പയില്ല അവിടെ മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സ്വിമ്മിംഗ് പൂളിലോട്ട്. ഇപ്പോഴാണ് ഒരുപാട് അപമാനിച്ച പോലെ ആവുന്നത്. ഷിഖാവത്തിന് എന്താ നടക്കുന്നതെന്ന് പോലും അറിയുന്നില്ല. ഇതാണ് പുഷ്പ, ഞാൻ അടങ്ങിപ്പോകുന്നു, നീ വിചാരിക്കാനേ പാടില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒരു 1000 ടണ്ണ് കൊണ്ടുവന്നതിനെ അടങ്ങുള്ളൂ, നീ അതിൽ നിന്ന് ഒരേ ഒരു ഈ ഒരു മരത്തിൻ്റെ കട്ട എടുത്തു പോയാൽ പോലും ഞാൻ ഈ ഒരു പണി നിർത്തി പഴയതുപോലെ കൂലി വിലയ്ക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് ചലഞ്ച് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഷിഖാവത്തിലെ ദേഷ്യത്തിൻ്റെ പുറത്ത് ആ ഒരു കാടാകെ തന്നെ സറൗണ്ട് ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് നദിയിൽ വെള്ളമില്ലാത്തത് കാണുന്നത്. ഈ ഒരു വെള്ളം എവിടെ പോയി എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കുമ്പോൾ ഡാമെല്ലാം തന്നെ തുറന്നു വിട്ട വെള്ളം എല്ലാം തന്നെ പോകാൻ വെച്ചു. ഇപ്പോൾ ഈ വഴിയിലൂടെയാണ്, നദി പോകുന്ന വഴിയിലൂടെയാണ് ആ ഒരു ലോറികളെല്ലാം തന്നെ പോയിരിക്കുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി അങ്ങോട്ടേക്ക് പോയി നോക്കുന്ന സമയത്ത് എല്ലാ ലോറികളും പോകുന്നു. ഇത് കണ്ട് എങ്ങനെയെങ്കിലും ബ്ലോക്ക് ചെയ്യണമെന്ന് മനസ്സിലാക്കി അവിടെ ഈ ഒരു കാളകളെല്ലാം തന്നെ കൊണ്ടുപോകുന്ന കാളവണ്ടിയില്ലേ അത് വെച്ചിട്ടുണ്ട്. അത് വെച്ച് ബ്ലോക്ക് ചെയ്ത എല്ലാ വണ്ടികളെയും ഷിഖാവത്തെ പിടിക്കുന്നു. പുഷ്പയുടെ ആളുകൾ മാത്രം അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി. അടുത്ത ദിവസം എല്ലാ ചന്ദനമരും പിടിച്ചു എന്ന് പറഞ്ഞ് ഒരുപാട് മീഡിയ വിളിച്ച് പറയുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഇതെല്ലാം തന്നെ ലേലം വെക്കാൻ വേണ്ടി പോകുകയാണെന്ന് പറയുന്നു. ഒരുപാട് കോടികൾ കിട്ടുമെന്നെല്ലാം പറഞ്ഞ് ഈ ഒരു ഷിഖാവത്തെ എല്ലാവരുടെ അടുത്തും പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ മംഗളം സീനുവിൽ ഇവിടെ വന്ന് ഈ ഒരു കട്ടയെല്ലാം തന്നെ എടുത്ത് നോക്കുന്ന സമയത്ത് ഇതൊന്നും ചന്ദന കട്ടയല്ല, ഇത് വെറും വേറെ ഏതൊരു മരത്തിൻ്റെ കട്ടയാണ്, നിന്നെ പറ്റിച്ചിരിക്കുകയാണെന്ന് പറയുന്നത്. അപ്പോഴാണ് ഓൾറെഡി ഈ കാട്ടിൽ നിന്നും പുഷ്പ എടുത്തു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നത്. എങ്ങനെ എടുത്തു എന്ന് വെച്ചാൽ ആ ഒരു കാളവണ്ടികൾ ഉണ്ടായിരുന്നില്ലേ, അതിൻ്റെ മരമെല്ലാം തന്നെ പെയിൻ്റ് അടിച്ച്, ഈ ഒരു രക്തചന്ദനമാണ്, അത് പെയിൻ്റ് അടിച്ച് ഇവൻ്റെ മുമ്പിലൂടെ തന്നെ കൊണ്ടുപോയിരിക്കുകയായിരുന്നു. അത് ഇവന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അങ്ങോട്ടേക്ക് പുഷ്പ വന്ന് നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. അങ്ങനെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ആ മരങ്ങളെല്ലാം തന്നെ ഇല്ലേ പുഷ്പ രാമേശ്വരത്തിലോട്ടാണ് കടത്തുന്നതെന്ന് മനസ്സിലാക്കിയ ഷിഖാവത്താണെങ്കിൽ അങ്ങോട്ടേക്ക് പോകുന്നു. അവിടെ ബോട്ടിന് അടിയിലില്ലേ ഈ ഒരു കാളവണ്ടികളെല്ലാം തന്നെ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടുപിടിച്ച് നോക്കുമ്പോഴേക്കും ബോട്ട് പുറപ്പെട്ട് കഴിഞ്ഞു. എല്ലാ ബോട്ടുകളും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഫോളോ ചെയ്ത് ഷിഖാവത്ത് വരുന്നുണ്ട്. ഈ ശ്രീലങ്കൻ ബോർഡർ കഴിഞ്ഞിട്ട് ആ ഒരു പുഷ്പയുടെ എല്ലാ ബോട്ടുകളും കടന്നു. പക്ഷേ പോലീസിന് ബോട്ട് കടത്താൻ ശ്രീലങ്കൻ ആർമി, ഈ നേവി എല്ലാം തന്നെ തയ്യാറാവുന്നില്ല. ഷൂട്ട് ചെയ്ത് അവരെ തിരിച്ചയക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം പിടിക്കുന്നതിന് അറ്റം വരെ എത്തിയിട്ട് ഷിഖാവത്തിനെ കൊണ്ട് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. പുഷ്പയാണെങ്കിൽ ഡീലറിൻ്റെ അടുത്ത് ഈ ഒരു 1000 ടണ്ണും കൊടുക്കുന്നു, കോടികൾ കിട്ടുന്നുണ്ട്. അവിടെയുള്ള ആ ഒരു പാർട്ടിയിലുണ്ടായിരുന്ന CM ഇറങ്ങി വരുന്നു. MP ഇപ്പോൾ CM ആവുന്നുണ്ട്. എല്ലാ അധികാരവും പുഷ്പയുടെ അടുത്ത് വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഷിഖാവത്തിനാണെങ്കിലേ ആ ഒരു സാധാരണ മരം ഉണ്ടല്ലോ, അതെല്ലാം തന്നെ ഇവിടെ 1000 ടണ്ണ് വെച്ചിട്ടുണ്ട്. അത് നാളേക്ക് ഏലം ഇടും. ഇത് രക്തചന്ദനമല്ല എന്ന് ഏലം ഇടുന്ന സമയത്ത് അവർ കണ്ടുപിടിക്കും. അത് നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ്
ഒരു ഗുഡൗൺ ആകെ തന്നെ കത്തിച്ച് താനും അവിടെ വെച്ച് തന്നെ സൂസൈഡ് ചെയ്യുന്നു, അപമാനിക്കപ്പെട്ടത് താങ്ങാൻ പറ്റാതെ. അങ്ങനെ ഈ കാര്യമെല്ലാം തന്നെ പുഷ്പയ്ക്കും അവിടെയുള്ള CM എല്ലാം തന്നെ അറിയാൻ സാധിച്ചു. CM ആണെങ്കിൽ അടുത്ത ദിവസം ഇങ്ങനെ പദവി പ്രമാണം ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ പുഷ്പയുടെ വീട്ടിലോട്ടാണ് വരുന്നത്. ഇപ്പോഴാണ് ശ്രീവള്ളിക്ക് പോലും അറിഞ്ഞത് താൻ ഒരു ഫോട്ടോ ചോദിച്ചതിൽ തുടങ്ങിയതാണ് ഈ ഒരു പ്രശ്നം. അവിടെ ഉണ്ടായിരുന്ന CM തന്നെ മാറ്റി ഇപ്പോൾ CM വീട്ടിലോട്ട് തന്നെ പുഷ്പ വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞു. അന്നേ ദിവസമാണ് ജൂലൈ 24 ശ്രീവള്ളിയുടെ ബർത്ത്ഡേ. മീഡിയ അടുത്ത് എല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ജൂലൈ 24 ഇങ്ങോട്ടേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി CM വരുമെന്ന്. അതേപോലെ CM മാറ്റി തൻ്റെ ആളിനെ CM ആക്കി ഇവിടെ കൊണ്ടുവന്നിരിക്കുകയായിരുന്നു പുഷ്പ. എല്ലാവരും ചേർന്ന് ഫോട്ടോസ് എല്ലാം തന്നെ എടുക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ്, എല്ലാ കാര്യങ്ങളും കറക്റ്റായി പോകുന്നുണ്ടല്ലോ. അതുകൊണ്ട് വലിയൊരു പൂജ വരുന്ന സമയത്ത് എല്ലാവരും ചേർന്ന് അമ്പലത്തിലോട്ട് പോകുന്നു. അവിടെ വെച്ച് ശ്രീവള്ളി ഗർഭിണിയാണെന്ന് മനസ്സിലാക്കുന്നു. പുഷ്പയാണെങ്കിൽ ഇത് അറിഞ്ഞ ഉടനെ തന്നെ അവിടെയുള്ള എല്ലാ ഡ്രസ്സെല്ലാം തന്നെ ഇട്ടിട്ട് സാരി എല്ലാം തന്നെ ഉടുത്ത് ഒരുപാട് ഡാൻസ് ചെയ്യുന്നുണ്ട്. എന്തിനാ ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞ് ശ്രീവള്ളിയുടെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് ജനിക്കാൻ പോകുന്നത് പെൺകുട്ടിയായിരിക്കണം, അങ്ങനെ പെൺകുട്ടിയായിരുന്നാൽ മാത്രമേ എന്നെ പോലെ അച്ഛനില്ലാത്ത ഒരുത്തൻ എന്നുള്ള പേര് അവൾക്ക് കിട്ടാതിരിക്കും, അവൾ കല്യാണം കഴിഞ്ഞ് വേറൊരു വീട്ടിലോട്ട് പോകും, അവൾക്ക് വേറൊരു പേര് കിട്ടുമെന്ന് പറഞ്ഞ് തൻ്റെ സന്തോഷം പറഞ്ഞ് അവിടെ ഒരുപാട് ഡാൻസ് ചെയ്യുന്നു ഇവർ രണ്ടുപേരും ചേർന്നിട്ട്. ഇങ്ങനെ ഇരിക്കുന്ന സമയം തൻ്റെ ചേട്ടനില്ലേ, തൻ്റെ അച്ഛൻ്റെ ആദ്യ ഭാര്യയിലുള്ള ഒരു ചേട്ടൻ, ആ ഒരു ചേട്ടനാണെങ്കിൽ പുഷ്പയെ വലിയ വിലയൊന്നുമില്ല, അങ്ങനെയുള്ള ആ ഒരു ചേട്ടൻ്റെ മോളയിലെ അവിടെയുള്ള കുറച്ച് ആമ്പിള്ളേർ ചേർന്ന് ഒരുപാട് മൊളസ്റ്റ് ചെയ്യുന്നു. ഇത് കാണുന്ന പുഷ്പ അവിടെ പോയി അവിടെയുള്ള എല്ലാവരും തന്നെ അടിക്കുന്നുണ്ട്. ചേട്ടൻ ഇത് കണ്ട് ഇങ്ങോട്ടേക്ക് വന്ന് എന്ത് തന്നെ അവന്മാരെ അടിച്ചാലും ഞാൻ നിന്നെ വീട്ടിലോട്ട് കയറ്റാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് പുഷ്പയെ ഒരുപാട് മോശമായിട്ട് പറയുന്നു. ഇത് കേട്ട ശ്രീവള്ളിക്കാണെങ്കിൽ സഹിക്കാൻ പറ്റാതെ നിൻ്റെയൊക്കെ പേര് ആർക്ക് വേണം, നിൻ്റെ അച്ഛൻ്റെ പേരോ ഒന്നും തന്നെ പുഷ്പയ്ക്ക് ആവശ്യമില്ല, ഈ നാടാകെ തന്നെ പുഷ്പയുടെ ആണെന്ന് പറഞ്ഞിട്ടാണ് അറിയപ്പെടുന്നത്, നിൻ്റെ പേരൊക്കെ ആർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് പുഷ്പയ്ക്ക് സപ്പോർട്ട് ചെയ്ത് അവിടെ നിന്ന് അമ്മയും ശ്രീവള്ളിയും ചേർന്ന് നേരെ പുറത്തോട്ടേക്ക് വരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ഒരു പിള്ളേരെല്ലാം തന്നെ ഇല്ലേ ഇവിടെ ഈ ഒരു ചേട്ടനാണെങ്കിൽ മുട്ടയടുപ്പിച്ച് വിട്ട് ഒരുപാട് അപമാനിച്ചിട്ടാണ് വിടുന്നത്. ഇത് സഹിക്കാൻ പറ്റാത്ത അവന്മാരാണെങ്കിൽ ആ ഒരു പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുപോയി. ഇവിടെ പുഷ്പയ്ക്ക് ഇത് അറിയാൻ സാധിച്ചത് ആ ഒരു ചേട്ടൻ്റെ വൈഫ് എന്ന് ഇവിടെ പറഞ്ഞിട്ടാണ്. എങ്ങനെയെന്ന് വെച്ചാൽ അവന്മാർ ഇങ്ങനെ കടത്തിക്കൊണ്ട് പോയിട്ട് ഈ ഒരു ചേട്ടനെ വിളിച്ച് നീ ഇല്ലേ മുട്ടയടിച്ച് തെരുവിലൂടെ നടന്നു പോകണം, എന്നാൽ മാത്രമേ കുട്ടിയെ വിട്ടുതരൂ എന്ന് പറഞ്ഞ് ഒരുപാട് അഹങ്കാരത്തിൽ സംസാരിക്കുന്നു. ഇതെല്ലാം കേട്ടതോടെ പുഷ്പ എന്ത് ചെയ്യുന്നതായി എല്ലാവരും തന്നെ നോക്കുന്നത്. ഒന്നും ചെയ്യാതെ സാധാരണമായിട്ട് ഇരിക്കുന്ന പുഷ്പ പെട്ടെന്ന് പോയി ഗണ്ണെടുത്തിട്ട് വന്നിട്ട് എല്ലാം തന്നെ നേരെ പോയിട്ട് TV-യിലോട്ട് ന്യൂസ് വായിക്കുന്ന അടുത്തോട്ട് പോയിട്ട് നാട്ടിലുള്ള എല്ലാവരുടെ അടുത്ത് പോയിട്ട് ഒരു കാര്യം പറയുന്നു. എൻ്റെ മോൾക്ക്, എൻ്റെ ചേട്ടൻ്റെ മോൾക്ക് ഒരു ചെറിയ മുറിവേറ്റാൽ പോലും അവിടെയുള്ള ഓരോരുത്തരെയും ഞാൻ കൊല്ലും, ആരൊക്കെ കണ്ണിപ്പെടുന്നു എല്ലാവരും തന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത്. ഇത് കണ്ട് അവിടെ ഈ ഒരു CM പാർട്ടി ഉണ്ടല്ലോ, പാർട്ടി തലവൻ ഇങ്ങോട്ടേക്ക് വരുന്നു. ഇവിടെ വന്ന് ഇവിടെ എന്താ നടക്കുന്നത്, ചുറ്റുവിൽ എന്താ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് ചോദിക്കുന്നു. പുഷ്പയുടെ ചേട്ടൻ്റെ മോളെ ഒരുത്തൻ കടത്തിക്കൊണ്ട് പോയി അവൻ ആരാണെന്ന് അറിയില്ല എന്ന് പറയുന്നു. അവൻ ആരാണെന്ന് എനിക്കറിയാം, എൻ്റെ അനിയൻ്റെ മോനാണ്, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ തന്നെ ഏക അവസാന വാരിസ് അവനാണെന്ന് പറഞ്ഞ് അവനൊന്നും സംഭവിക്കാൻ പാടില്ല, പുഷ്പയുടെ അടുത്ത് വിളിച്ച് പറയാമെന്ന് പറയുന്നുണ്ട്. CM ആണെങ്കിൽ ഉടനെ പുഷ്പയെ വിളിച്ച് അത് നമ്മളുടെ ഈ ഒരു പാർട്ടി തലവൻ്റെ അനിയൻ്റെ മോനാണ്, നീ അവനെ ഒന്നും ചെയ്യരുതെന്ന് പറയുന്നു. പുഷ്പയാണെങ്കിൽ തിരിച്ച് ഒരേ ഒരു കാര്യമാണ് പറയുന്നത്, അവൻ എൻ്റെ മോളെ ചെറുതായി തൊട്ടിട്ടുണ്ടെങ്കിൽ പോലും അവനെ ഞാൻ കൊന്നുകളയും, അവൻ തൊടാത്ത വരയ്ക്കും അവൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു. അവിടെയുള്ളവൻ നേരെ പുഷ്പയ്ക്ക് കോൾ ചെയ്യുന്നു. ആ ഒരു വില്ലൻ തന്നെ കോൾ ചെയ്ത് ചേട്ടാ ഞാൻ അറിയാതെ ചെയ്താണ്, എനിക്കൊരു 2 കോടി വേണ്ട 10 കോടി രൂപ വേണമെന്ന് പറഞ്ഞിട്ട് അഹങ്കാരത്തോടെ സംസാരിക്കുന്നു. പുഷ്പയാണെങ്കിൽ ഒരു സോഫയും എടുത്തുകൊണ്ട്, പുഷ്പയാണെങ്കിൽ പണമെല്ലാം തന്നെ ഓരോരുത്തർക്ക് കൊടുക്കുന്നത് ഓരോരോ സോഫ വെച്ചിട്ടാണ്. നേരെ ഒരു സോഫയും എടുത്തുകൊണ്ട് പോയി അവൻ എവിടെയാണുള്ളത് അവിടേക്ക് സോഫയിട്ട് പണമെല്ലാം തന്നെ കൊടുക്കുന്നു. ഓ നീയും എന്നെ അവിടെ വെച്ച് തല്ലിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്യാങ്ങൊക്കെ തന്നെ പുഷ്പയിലെ കെട്ടിയിട്ട് കൈയും കാലും തന്നെ കെട്ടിയിട്ടിട്ട് ആ ഒരു കുട്ടിയെ ഇവൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഓരോ തുണിയായിട്ട് അഴിക്കുന്നത് പോലെ കാണിക്കുന്നു. ദേഷ്യം വന്ന പുഷ്പയാണെങ്കിൽ അവിടെയുള്ള ഓരോരുത്തരെ അടിക്കാൻ വേണ്ടി തുടങ്ങി. അടിക്കുകയല്ല ചെയ്യുന്നത്, ആദ്യമെല്ലാം തന്നെ കടിച്ച ഓരോരുത്തരെ ഇല്ലാതാക്കുന്നു. അത് കഴിഞ്ഞ് കത്തിയെടുത്ത് ഈ ഒരു കയറെല്ലാം തന്നെ അഴിച്ച പിന്നെയും ഓരോരുത്തരെ അവൻ ആരൊക്കെ തൊട്ടോ ഓരോരുത്തരുടെ കൈയും കാലും എല്ലാം തന്നെ വെട്ടിയെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ ഒരു CM ആണെങ്കിൽ വിളിച്ച് വിളിച്ച് പറയുന്നുണ്ട് ഇവൻ്റെ പുഷ്പയുടെ ആളുകളുടെ അടുത്ത് ഈ ഒരു അനിയൻ്റെ മോനെ ഒന്നും സംഭവിക്കാൻ പാടില്ല എന്ന് പറയുന്നു. പക്ഷെ അവസാനം ഇവിടെ വന്ന് പുഷ്പയെ തടയുന്നുണ്ട്. അവരെല്ലാവരും ചേർന്ന് അവനെ കൊല്ലുന്നതിൽ നിന്ന് തടയുന്നുണ്ട്. എല്ലാം സ്മൂത്തായിട്ട് അവസാനിച്ചു എന്ന് വിചാരിക്കുന്ന സമയത്ത് ഈ ഒരു പയ്യൻ്റെ അച്ഛനില്ലേ അനിയൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പുഷ്പ എല്ലാം നിർത്തിയെന്ന് പറഞ്ഞ് CM-ൻ്റെ അടുത്ത് വിളിച്ച് പറയാൻ വേണ്ടി പോകുന്ന സമയത്ത് പുഷ്പ അവിടെ ഉണ്ടായിരുന്ന ശൂലമെടുത്ത് അവനെ അവിടെ വെച്ച് തന്നെ വയറ്റിൽ കയറ്റി കൊല്ലുന്നുണ്ട്. എൻ്റെ മോളെ തൊടുന്നതല്ല വേറെ ഒരു പെണ്ണിനെയും തൊടുന്നത് ഞാൻ സഹിക്കില്ല എന്ന് പറഞ്ഞ് ആ ഒരു മോളെയും വിളിച്ചുകൊണ്ട് നേരെ പോകുന്നു. അതിനിടയിൽ ഈ ഒരു അനിയനാണെങ്കിൽ ആ ഒരു അച്ഛനുണ്ടല്ലോ തൻ്റെ മോനെ കൊല്ലുന്നത് കണ്ടിട്ട് ഈ ഒരു മോളയിലെ
പിടിച്ച് ഞാൻ ഇവിടെ കൊന്നുകളെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അവനെയും അവിടെ വെച്ച് പുഷ്പ കൊല്ലുന്നുണ്ട്. അച്ഛനെയും മോനെയും കൊന്നു. ഇപ്പോൾ ആ ഒരു പാർട്ടി തലവനും പുഷ്പയ്ക്ക് നേരെ വരാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. ഇതെല്ലാം സംഭവിച്ച തൻ്റെ മോളെ ഇത്രയും വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ തൻ്റെ അനിയനെ കാണുന്നതിന് വേണ്ടി ചേട്ടൻ തന്നെ വരുന്നുണ്ട്. പക്ഷെ പുഷ്പ തൻ്റെ ചേട്ടനെ കാണാൻ തയ്യാറായില്ല. അമ്മയുടെ കാല് പിടിച്ച് ഇത്രയും വർഷം ചെയ്തതിനെല്ലാം തന്നെ മാപ്പ് ചോദിക്കുന്നു. ഈ അമ്മയെ ഒരുപാട് മോശമായിട്ട് ഈ ഒരു ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും പുഷ്പ അതൊന്നും തന്നെ കണക്കാക്കാതെ തൻ്റെ ചെറിയച്ചാന്ന് വിളിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ വലിയൊരു യുദ്ധം തന്നെ നടത്തിയെന്ന് പറഞ്ഞ് കാല് പിടിച്ച മാപ്പ് പറഞ്ഞ് തൻ്റെ മോളുടെ കല്യാണത്തിന് നിങ്ങളെല്ലാവരും വരണം, ആദ്യത്തെ ഇൻവിറ്റേഷൻ തരുന്നുണ്ടെന്ന് പറഞ്ഞ് ഇൻവിറ്റേഷനും കൊടുത്തിട്ട് പോകുന്നു. ഇതെല്ലാം തന്നെ പുഷ്പ കണ്ട് തൻ്റെ ചേട്ടൻ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഈ ഒരു പരിപാടിക്കും പുഷ്പ പോകുന്നുണ്ട്. അവിടെ ചേട്ടനെയും കണ്ട് കെട്ടിപ്പിടിക്കുന്നു, തൻ്റെ മോളെയും കാണുന്നുണ്ട്. ഇതേ സമയമില്ലേ ആ ഒരു പാർട്ടി തലവൻ്റെ വീട്ടിൽ ചടങ്ങുകളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു ബലികർമ്മങ്ങളെല്ലാം തന്നെ ഓരോരുത്തരായി അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ ഒരേ ഒരുത്തൻ വന്നിട്ടില്ല എന്ന് പറയുന്നു. ഒരു ചെറിയ സിമ്പല് കാണിക്കുന്നുണ്ട്, അത് ആരുടെയാണെന്ന് അറിയുന്നില്ല. അതേ സിമ്പല് ഇവിടെ ഈ ഒരു പുഷ്പയുടെ ചേട്ടൻ്റെ മോളുടെ കല്യാണത്തിനും വന്നിട്ടുണ്ട്. ഒരു പാർസൽ എഴുതിയിട്ട് അതിനകത്ത് ഒരു ബോംബായിരുന്നു. ആരോ ഒരാൾ അത് കത്തിക്കുന്നത് കണ്ട് പുഷ്പ 3 ഉണ്ട് എന്ന് പറഞ്ഞ് ഈ ഒരു സിനിമ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു സിനിമ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ വിളിച്ചേക്കുക.